PFI നേതാക്കൾക്ക് പിന്തുണയുമായി SDPI. ജപ്തിയുടെ പേരിൽ വഴിയാധാരമാകുന്നവരെ കണ്ട് ചിരിക്കാൻ അവസരം നൽകില്ലെന്ന് SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസി. സംവരണ സമര പ്രഖ്യാപന സമ്മേളനത്തിലാണ് ഫൈസിയുടെ വാക്കുകൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ ഈ ജപ്തിയൊക്കെ കണ്ട് സന്തോഷിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകര് ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന കാലത്തോളം, അവരുടെ കൊക്കിൽ ജീവനുള്ള കാലത്തോളം ഈ ജപ്തിയുടെ പേരിൽ ഒരാളും വഴിയാധാരമാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന്റെ പേരിൽ ഞങ്ങളെ ഏതെങ്കിലും ഒരാൾ വഴിയാധാരമായത് കണ്ട് ചിരിക്കാനുള്ള ഒരവസരം ഒരു പ്രമാണിക്കും ഞങ്ങൾ ഈ രാജ്യത്ത് നൽകുകയില്ല, അവസരം കൊടുക്കുകയില്ല. അതുറപ്പാ. കേരളത്തിൽ ആദ്യമായിട്ടല്ല ഹർത്താൽ നടക്കുന്നത്. PFI ഹർത്താൽ കേസിലെ വിധി വിവേചനപരമാണ്. വിവേചനമാണെന്ന് തോന്നുന്ന വിധി സർക്കാർ ചോദ്യം ചെയ്തില്ല. ആരോ കൊടുത്ത പട്ടിക പ്രകാരമാണ് ജപ്തി നടക്കുന്നത്. ഒരു കൂട്ടരോട് മാത്രമാണ് ഈ സമീപനമെന്നും MK ഫൈസി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി സുവി വിശ്വനാഥനാണ് ചേരുന്നത്. സുവി, ഇന്നലെ എപ്പോഴായിരുന്നു ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയത്? എന്താണ് ഇതിനൊപ്പം പറഞ്ഞ മറ്റു വിഷയങ്ങൾ? കിരൺ, ഇന്നലെ വൈകിട്ടായിരുന്നു MK ഫൈസിയുടെ പ്രസംഗമുണ്ടായത്. SDPIയുടെ സംവരണ സമര പ്രഖ്യാപന സമ്മേളനത്തിലാണ് MK ഫൈസി ഇക്കാര്യങ്ങൾ തുറന്നടിച്ചത്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് SDPI PFI നേതാക്കളെ പിന്തുണയ്ക്കുന്നു എന്നതാണ്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷം ഒരിക്കൽ പോലും ഈ രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ പോലും ഒരു തവണ പോലും PFIയെ അനുകൂലിച്ചുകൊണ്ടോ പിന്തുണച്ചുകൊണ്ടോ SDPI ഇതുവരെ രംഗത്ത് വന്നിരുന്നില്ല. എന്നാൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ SDPIയുടെ ഒരു നേതാവ്, ദേശീയ പ്രസിഡന്റ്, ഇത്തരത്തിൽ ഒരു പ്രസംഗം നടത്തുന്നത്. ഹർത്താലിനെ തുടർന്നുണ്ടായ ജപ്തി നടപടികൾ അത് കണ്ട് ആർക്കും ചിരിക്കാനുള്ള അവസരം ഉണ്ടാകില്ല എന്നാണ് MK ഫൈസി പറയുന്നത്. ഒരു പ്രമാണിക്കും അതിന് അവസരം നൽകില്ല, അവരെ ആരും തന്നെ ഒറ്റപ്പെടുത്തില്ല എന്ന് MK ഫൈസി പറയുന്നു. ഒപ്പം തന്നെ ഹർത്താലിനെതിരായ ഈ ഹൈക്കോടതി വിധി, PFIക്കെതിരായ ഈ ഹൈക്കോടതി വിധി വിവേചനപരമാണ്. നിരവധി ഹർത്താലുകൾ നടത്തിയിട്ടുണ്ട്, പക്ഷേ ഇത്തരത്തിലൊരു വിധി ഇതുവരെയും ഉണ്ടായിട്ടില്ല. അത് വിവേചനപരമാണ് എന്നറിഞ്ഞിട്ട് പോലും സർക്കാർ ഇതിന് ചോദ്യം ചെയ്യാൻ മെനക്കെട്ടില്ല എന്നും MK ഫൈസി കുറ്റപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ഒരു കൂട്ടരോട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടാകുന്നത്. എല്ലാ പാർട്ടികൾക്കും മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ തീവ്രവാദികളാണ്, ആ രീതിയിലാണ് കാഴ്ചപ്പാട് എന്നും പറയുന്നുണ്ട്. ഏതായാലും വലിയ വിവാദമുണ്ടാക്കുന്ന പ്രസ്താവനകൾ തന്നെയാണ് MK ഫൈസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു SDPI നേതാവ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ അനുകൂലിച്ച് ഇത്തരത്തിൽ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഏതായാലും ഇത് നിയമലോകം എങ്ങനെയാണ് കാണുക എന്നതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാര്യങ്ങൾ, അതായത് ഒരു പ്രത്യേക പട്ടിക തയ്യാറാക്കുന്നു, ആ പട്ടിക തയ്യാറാക്കി അതിലുള്ളവർക്കെതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത്. ആ നടപടി എടുത്തതുപോലും കാര്യക്ഷമമല്ല എന്നൊരു വിമർശനവും MK ഫൈസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. വലിയ വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇത് വിവേചനപരമാണ് എന്നറിഞ്ഞിട്ട് പോലും സർക്കാർ ഇതിനെ എതിർക്കാൻ തയ്യാറായില്ല, സർക്കാർ ഇത് ചോദ്യം ചെയ്തില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ PFI ഹർത്താലുമായി ബന്ധപ്പെട്ട് ജപ്തി നടപടികൾ നേരിടേണ്ടി വന്ന PFI നേതാക്കൾക്ക് വഴിയാധാരമാകില്ല, അവരെ കാത്തു സംരക്ഷിക്കാൻ ആളുകളുണ്ട്, ഒറ്റപ്പെടുത്തില്ല. SDPIയുടെ പ്രവർത്തകർ ഉള്ളിടത്തോളം കാലം അവർ ഒറ്റപ്പെടില്ല എന്നാണ് പറയുന്നത്. ഏതായാലും PFIക്ക് പിന്തുണ നൽകുന്ന ഒരു സമീപനമാണ് SDPIയുടെ ഭാഗത്തു നിന്ന്, SDPIയുടെ മുതിർന്ന നേതാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. നിരോധനത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു SDPI നേതാവ് ഇത്തരത്തിൽ PFIയെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. കിരൺ, സുവി, ഇവർ ഈ ഹർത്താൽ പറയുമ്പോൾ വളരെ വ്യക്തം തന്നെയാണ് ഹർത്താലിനെതിരെ കേസെടുത്തത് ആർക്കെതിരെയാണ് എന്നുള്ളതെല്ലാം. പക്ഷേ മറ്റു വിഷയങ്ങളിൽ, ഈ കോടതിയുടെ നിരോധനമടക്കമുള്ള വിഷയങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും PFIയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ടോ? എനിക്ക് ജനങ്ങളോട് ഒരു അഭ്യർത്ഥന മാത്രമാണ്. ഇപ്പോൾ നമ്മൾ പുതിയ
കോടതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിച്ചത്. കോടതിയിൽ നമുക്കറിയാം PFIയുടെ നടപടി ഉണ്ടായ ഉടൻ തന്നെ 5 കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്ന് സർക്കാർ റിപ്പോർട്ട് നൽകിയിരുന്നു. തുടർന്ന് ഈ നഷ്ടപരിഹാരം ഈടാക്കാൻ വേണ്ടി സർക്കാരിനോട് നിരവധി തവണ ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഒരു തവണ സർക്കാരിന് മാപ്പ് പോലും അപേക്ഷിക്കേണ്ട സാഹചര്യം ഹൈക്കോടതിയിൽ ഉണ്ടായി. അതിനുശേഷം കർശനമായ താക്കീത് ലഭിച്ചതിന് ശേഷമാണ് PFI നേതാക്കളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് സർക്കാർ എത്തിയത്. അതിനുശേഷം സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും മറ്റും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ SDPIയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. അവർ സർക്കാരിനെ കൃത്യമായി തന്നെ നിശിതമായി വിമർശിക്കുന്നുണ്ട്. അതായത് നിരവധി ഹർത്താലുകൾ ഇവിടെ നടക്കാറുണ്ട്. ആ ഹർത്താലുകൾ നടക്കുമ്പോഴൊന്നും ഇത്തരത്തിൽ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുകയോ അതല്ലെങ്കിൽ അത് കണ്ടുകെട്ടുന്ന ജപ്തി നടപടികളോ ഒന്നും തന്നെ ഉണ്ടാകാറില്ല. അത് ഇത്തവണ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോടതി വിധി എന്ന് പറയുന്നത് വിവേചനപരമാണ്. നേരത്തെ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടില്ല. അത് വിവേചനപരമാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ അതിനെ എതിർക്കേണ്ടതായിരുന്നു. സർക്കാർ എതിർത്തില്ല. മാത്രവുമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് തീവ്രവാദികളായാണ് കണക്കാക്കുന്നത് എന്നും MKFIC പറയുന്നുണ്ട്. കിരൺ. ശരി സുബി, ദയവായി തുടരുക. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, ഇതുവരെയും ഉണ്ടായിരുന്നൊരു പ്രധാനപ്പെട്ട വിഷയം SDPI പരസ്യമായി എവിടെയെങ്കിലും ഈ PFIയെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നില്ല. പക്ഷേ PFIയുടെ പല പ്രവർത്തകരും SDPIയുടെ ലേബലിലൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ള പല വിവരങ്ങളും പുറത്തു വരുമ്പോഴും അത് ഓൺ ചെയ്യാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അഖിലേന്ത്യാ പ്രസിഡന്റ് തന്നെ അത് ഓൺ ചെയ്യുകയാണ്. ഞങ്ങൾ ഇവരെ സംരക്ഷിക്കും, PFI പ്രവർത്തകരെ സംരക്ഷിക്കും, അവർക്ക് വേണ്ടി ഞങ്ങൾ ഉറച്ചു നിൽക്കുമെന്ന് പരസ്യമായ ഒരു വേദിയിൽ തന്നെ പറയുകയാണ്. ഇതിനെ എങ്ങനെയാവും ഈ അന്വേഷണ ഏജൻസികളൊക്കെ വിലയിരുത്തുക? കിരൺ, തീർച്ചയായിട്ടും അതായത് ഈ കേസുകളുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ടുണ്ടായ വ്യാപകമായ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ ഇടയിൽ SDPIയുടെ തന്നെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന മൂവാറ്റുപുഴ അഷറഫ് മൗലവി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ അത് കൃത്യമായി ഇത്തരത്തിൽ അതായത് കേന്ദ്ര സർക്കാർ നിർണായകമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരോധിച്ച ഒരു സംഘടനയെ തങ്ങൾക്ക് പിന്തുണയ്ക്കേണ്ട ആവശ്യമില്ല എന്ന തരത്തിലുള്ള പ്രസ്താവന പലപ്പോഴും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അങ്ങനെ നടത്തിയ ഒരു സംഘടനയുടെ ദേശീയ അധ്യക്ഷൻ ഇത്തരത്തിൽ പരസ്യ പിന്തുണ ആ നിരോധിക്കപ്പെട്ട സംഘടനയുടെ പ്രവർത്തകർക്ക് നൽകുന്ന രീതിയിൽ നടത്തിയിരിക്കുന്ന ഈ പ്രസ്താവനയെ വലിയ ഗൗരവത്തോടെ തന്നെയാകും കേന്ദ്ര ഏജൻസികളെല്ലാം നോക്കിക്കാണുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഈ നിരോധനത്തിന് ശേഷവും സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ വ്യാപകമായ രീതിയിലുള്ള പരിശോധനകൾ നടന്നതിന്റെ ഒരു പശ്ചാത്തലവും ഇത്തരത്തിൽ നിരോധിച്ചതിന് ശേഷവും പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർക്ക് മറ്റ് തരത്തിലുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ തുടരാൻ സമാന്തരമായ രീതിയിൽ അതിനുവേണ്ടിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന ചില നിരീക്ഷണങ്ങളുടെയും വിലയിരുത്തലുകളുടെയും വിവരങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ SDPI ദേശീയ അധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഈ പ്രതികരണവും. അത് ഒരു വെല്ലുവിളിയായി തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. കാരണം അദ്ദേഹം പറഞ്ഞത് ഒരു പ്രമാണിമാരും അത് കണ്ട് ചിരിക്കേണ്ടി വരില്ല എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായ ഒരു വെല്ലുവിളിയുടെയും കൃത്യമായ ഒരു പരിഹാസത്തിന്റെയും ഒക്കെ ചൊവ്വയുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ SDPI ദേശീയ അധ്യക്ഷന്റെ പ്രസ്താവനയെ വളരെ ഗൗരവത്തോടെ തന്നെ വിലയിരുത്തും. അത്തരത്തിൽ SDPIയുടെ പിന്തുണ സാമ്പത്തികമായോ അല്ലാതെയോ പോപ്പുലർ ഫ്രണ്ടിന്റെ ഏതെങ്കിലും പ്രവർത്തകർക്ക് ഇതിന് ശേഷം ലഭിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സമാന്തരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്തു നൽകുന്നുണ്ടോ എന്ന കാര്യമടക്കം അവർ പൂർണ്ണമായി വിലയിരുത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇനി SDPIയുടെ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ പ്രസ്താവനയോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് തന്നെയാണ്. എന്തായാലും നമുക്ക് SDPI സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം കൂടി തേടിയാൽ അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കിരൺ, ദയവായി എന്തായാലും തുടരുക, ഡാൻ കൂടി തുടരുക. നമുക്ക് ഒരിക്കൽ കൂടി ഫൈസിയുടെ പ്രസ്താവന കേൾക്കാം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ ഈ ജപ്തിയൊക്കെ കണ്ട് സന്തോഷിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകര് ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന കാലത്തോളം, അവരുടെ കൊക്കിൽ ജീവനുള്ള കാലത്തോളം ഈ ജപ്തിയുടെ പേരിൽ ഒരാളും വഴിയാധാരമാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന്റെ പേരിൽ ഞങ്ങളെ ഏതെങ്കിലും ഒരാൾ വഴിയാധാരമായത് കണ്ട് ചിരിക്കാനുള്ള ഒരവസരം ഒരു പ്രമാണിക്കും ഞങ്ങൾ ഈ രാജ്യത്ത് നൽകുകയില്ല, അവസരം കൊടുക്കുകയില്ല. അതുറപ്പാണ്.